പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. വോയിസ് ഓഫ് മീഡിയ എന്ന് ഷജീറാണ്. ഞാൻ ഇന്ന് ഒരു സിനിമയുടെ കാര്യം നിങ്ങളുടെ മുമ്പിൽ പറയാൻ വേണ്ടി വന്നതാണ്. ഒരു തമിഴ് പടം ഞാൻ ഇന്ന് കണ്ടു. ബ്ലാസ്റ്റ് എന്നാണ് ആ പടത്തിൻ്റെ പേര്. പക്ഷേ എന്താ പറയുക, കാരണം ആ പടത്തിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അർജുൻ എന്ന് പറയുന്ന നടൻ്റെ 15 വർഷത്തിന് ശേഷമുള്ള ഒരു തിരിച്ചുവരവാണ്. ഈ അർജുൻ്റെ ഒരുവിധം പടങ്ങളൊക്കെ ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് സിനിമയോടും പാട്ടിനോടും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് ഞാൻ എല്ലാ പടങ്ങളും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ എനിക്ക് അർജുൻ്റെ പടങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒന്ന് ജെൻറ്റിൽമാൻ, പിന്നെ ഒന്ന് മുതൽവൻ, പിന്നെ ഏഴുമലൈ, പിന്നെ ഇരുമ്പ് തിര എന്ന് പറഞ്ഞിട്ടൊരു പടമുണ്ട്. അതിൽ ശരിക്കും പറഞ്ഞാൽ സൈഡ് റോളാണ്, വില്ലനായിട്ടാണ്. അതേപോലെ തന്നെ എൻ പേര് സൂര്യ എൻ്റെ പേര് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അല്ലു അർജുൻ്റെ ഒരു ഫിലിമുണ്ട്. അതിലും അച്ഛൻ്റെ ഒരു റോളാണ്. പക്ഷേ എനിക്ക് ഈ കണ്ട പടങ്ങളിൽ ഇത് മാത്രമാണ് എനിക്ക് ഇഷ്ടമായിട്ടുള്ളൊരു പടമുള്ളത്. പക്ഷെ അതിന് ശേഷമുള്ളൊരു തിരിച്ചുവരവെന്ന് പറയാൻ എഴുതി വെക്കാം. കാരണം ഇതൊരു ഒന്നൊന്നര പടമാണ്. ധൈര്യമായിട്ട് കാണാം. അതായത് അർജുനായാലും ശരി, ഭാര്യയായിട്ട് അഭിനയിക്കണ അഭിരാമിയാണെങ്കിലും മകള് പ്രീതി മുകുന്ദനാണെങ്കിലും ഒക്കെ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ പടം ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ വില്ലൻ, അതായത് അർജുൻ ചിദംബരം ആണെങ്കിലും ജോൺ കൊക്കനാണെങ്കിലും വേറെ ലെവലാണ്. ലോജിക്കൊന്നും നോക്കാണ്ട് ആക്ഷൻ പടം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കുക, കാണുക. കാരണം ഇതുപോലുള്ള പടങ്ങളൊക്കെയാണ് നമ്മൾ കാണേണ്ടത്. മലയാളത്തിൽ തുടരും നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തമിഴിൽ എന്തായാലും ഈ ബ്ലാസ്റ്റ് എന്ന് പറയുന്ന അർജുൻ്റെ പടം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അടിപൊളി പടമാണ്, എല്ലാവരും കാണുക.